ഒരു പെൺകുട്ടി, അത് 82, 83 കാലഘട്ടത്തില് ഒരു പെൺകുട്ടി പാചകം പഠിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പ്രത്യേകിച്ചും ഞങ്ങളൊരു നായർ ആ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവിടെ ഇവര് മാത്രമേ ഉള്ളൂ, നായന്മാര് മാത്രമേ ഒരു ഏരിയ. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പാചകം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഭയങ്കര അഹങ്കാരിയാണ്. അവൾക്ക് അഹങ്കാരമാണ്. വേറെ എന്തൊക്കെ ഉണ്ട് ലോകത്ത് പഠിക്കാൻ? ഇതൊന്നും പഠിക്കാൻ പോവാണ്ടേ ഇതിനോടുള്ള ഇഷ്ടം, ഇതിനോടുള്ള പ്രണയം തന്നെ പറയാം. അതിലേക്ക് എങ്ങനെ എത്തിയെന്നിട്ട് അവസാനം ഈ പ്രൊഫഷനിലേക്ക് അങ്ങ് എത്തുന്നത് എപ്പോഴാ? പ്രൊഫഷനിലേക്ക് എത്തുന്നത് ശരിക്കും ഞാൻ 53 ഞാൻ സ്വന്തം കാറ്ററിംഗ് തുടങ്ങി. ആരോടൊക്കെയുള്ള വാശിക്ക്. അതെങ്ങനെ? കാരണം ആരും എന്നെ എടുക്കുന്നില്ല. എടുക്കുന്നില്ല. പെണ്ണുങ്ങളെ പാചകത്തിന് ആരും എടുക്കും? അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു അത്. കാരണം കേരളത്തിൽ അന്ന് എല്ലാം മൊത്തം മുസ്ലിം ഫാമിലിയുടെ ഹോട്ടൽസ് ആയിരുന്നു. ഹിന്ദുസിന് ഹോട്ടൽ കുറവായിരുന്നു. അപ്പൊ ഈ മുസ്ലിംസ് ഒരിക്കലും ഒരു പെൺകുട്ടീനെ പുറത്തു വിട്ട് ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ എന്നോട് ചോദിക്കും, പലരും നല്ല രീതിയിൽ ചോദിച്ചു, പലരും മോളെ എന്തിനാണ് മോളെ ഇങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചിട്ട് നീ എന്തിനാണ് ഈ ഒരു പണി പഠിച്ചു പോകുന്നത്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? അയ്യോ അത് വേണ്ട, നിനക്ക് ഇവിടെ പറ്റിയ പണിയല്ല, പോയിക്കോ. അപ്പോഴൊരു വാശിക്ക് സ്വന്തം കാറ്ററിംഗ് തുടങ്ങി.